പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ സവർണവർഗം, രാജഭരണം, രാജഭക്തി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഒരിക്കല് ഞാൻ അവിടുത്തെ കവടിയാർ കൊട്ടാരത്തിൽ പോയപ്പോൾ, പഴയ രാജപാരമ്പര്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു റെലിക് അല്ലെങ്കിൽ പ്രതീകമായിട്ട് മാത്രം നിൽക്കുന്ന കൊട്ടാരത്തിൽ പോയപ്പോൾ അവിടെ ഒരു സംഘം കുട്ടികൾ വരുന്നത് കണ്ടു. ഷൂട്ടിനിടയിൽ തന്നെ ആ കുട്ടികൾ വിദൂരമായിട്ടുള്ള ഈ കട്ടയല പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട, അതായത് നമ്മുടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായിരുന്നു. ആ കുട്ടികൾ എല്ലാ വർഷവും അവിടെ വരും. അവിടെ ഒരു പ്രവേശന ഉത്സവം നടത്തും. രാജകൊട്ടാരം ഇപ്പോൾ പ്രിവി പോഴ്സ് പോലും ഇല്ലാതെ വളരെ സാമ്പത്തികമായിട്ടുള്ള പരുക്കും ഞെരുക്കവും ഒക്കെയായിട്ട് ജീവിക്കുന്ന ആ കുടുംബം അവരെ എല്ലാ വർഷവും സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന പഠനോപകരണങ്ങളും സാമ്പത്തിക സഹായങ്ങളും ചെയ്യാറുണ്ട്. അവരുടെ അരിഷ്ടതകൾക്കിടയിൽ നിന്നും നല്ല മാതൃക കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരേണ്യവർഗത്തിന് അപ്രാപ്യരാണ് ആ കുട്ടികളെന്നുള്ളതല്ല അവർ കാണിക്കുന്നത്. അവരോട് ഇടപെട്ടുകൊണ്ട്, അവരുടെ നടുക്ക് നിന്നുകൊണ്ട് നമ്മളെല്ലാം ഒരേ വർഗത്തിൽപ്പെട്ടവരാണ്, മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണെന്നുള്ളതിന്റെ മഹനീയ മാതൃകയാണ് അവിടെ കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ രാജകൊട്ടാരം നേരത്തെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആദ്യമായിട്ട് നടപ്പാക്കിയത് ഈ ഒരു കൊട്ടാരമാണ്. ക്ഷേത്രപ്രവേശനം ആദ്യമായിട്ട് വിളംബരം ചെയ്യപ്പെട്ടത്, അല്ലാതെ തന്നെ പ്രവേശനം ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ചരിത്രമെല്ലാം നമ്മൾ പോകുന്നത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പൊ അതിലൊക്കെ വളരെ പുരോഗമനാത്മകമായിട്ടുള്ള നിലപാട്, അക്കാലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പുരോഗമനാത്മകമായിട്ടുള്ള നിലപാടുകൾ എടുത്ത കൊട്ടാരം പോലും ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ കൊട്ടാരത്തിലെ ആൾക്കാരും മുഖ്യവരും ഇപ്പോൾ BJP ഒപ്പം ആണെന്നുള്ളത് ഓർക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ സ്മരണീയമായ ഒരു കാര്യം, വി മുരളീധരൻ എന്ന് പറയുന്ന ആളും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആള് തന്നെ ഇങ്ങനെ കാണിച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. തന്നെയുമല്ല, LDF ഗവൺമെന്റിന്റെ ഒരു മന്ത്രി ആ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് തിരുത്തിക്കാമായിരുന്നു. ഇത് ഡെസ്കിലേക്ക്, തറയിലല്ല ഇത് വിതരണം ചെയ്ത്, ഡെസ്കിലേക്ക്.